ഈ കമ്മ്യൂണിറ്റിയിലേക്ക് ഈ ചിന്തകൾ കടന്നു വരുന്നത് സിസ്റ്റത്തിന്റെ ഭാഗമാക്കി കൊണ്ടുവരുന്നു എന്നതാണ്. ഒരു കാര്യം ഒരു സിസ്റ്റത്തിന്റെ ഭാഗമായി നടപ്പാക്കി കഴിഞ്ഞാൽ നമ്മൾ അറിയാതെ അതിവേഗത്തിൽ അതെന്ത് ചെയ്യും, നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് മാറിക്കളയും. ജെൻഡർ ന്യൂട്രൽ വേഷം എങ്ങനെയാണ് കേരളത്തിൽ വ്യാപകമായത്? അതൊരു സിസ്റ്റത്തിന്റെ ഭാഗമായി വന്നതുകൊണ്ടാണ്. ബാലുശ്ശേരിയിലാണ് അതിൻ്റെ തുടക്കം, സ്കൂളിലാണ് അതിൻ്റെ തുടക്കം. എല്ലാ സംഘടനകളും അതിനെതിരെ രംഗത്ത് വന്നു. അപ്പോൾ സർക്കാർ വന്നിട്ട് എന്തു പറഞ്ഞു? അത് ഇഷ്ടമുള്ള PTA കമ്മിറ്റികൾ ചെയ്താൽ മതി, ഞങ്ങൾ നിർബന്ധിക്കില്ല. അതോടുകൂടി എല്ലാവരും ആ സമരത്തിൽ നിന്ന് പിറകോട്ട് പോയി. അന്നേ നമ്മൾ പറഞ്ഞു സമരത്തിൽ നിന്നൊരിക്കലും പിറകോട്ട് പോകാൻ പാടില്ല. കാരണം ഇതൊരു സിസ്റ്റത്തിൻ്റെ ഭാഗമായി ഒരു ക്ലാസ്സിൽ 2 കുട്ടികൾ ആ ഡ്രസ്സിലേക്ക് വന്നാൽ ഒരാഴ്ച കൊണ്ടത് 4 ആകും, ഒരു മാസം കൊണ്ടത് 10 ആകും, അടുത്ത ഒരു 2 മാസം കൊണ്ട് 30 കുട്ടികളുള്ള ക്ലാസ്സിൽ 25 കുട്ടികളും അത് ചെയ്തിരിക്കും. പിന്നെ ബാക്കി 5 കുട്ടികൾ വീട്ടിൽ പോയിട്ട് ഉമ്മയോടും ഉപ്പയോടും അതിനു വേണ്ടി വാദിച്ചു കൊണ്ടിരിക്കും. ഞങ്ങൾ മാത്രമേ അത് ഇടാത്തുള്ളൂ, ഇനി ഞങ്ങൾക്കും വേണമെന്ന് പറയും. അപ്പോൾ സ്വാഭാവികമായിട്ടും 30 കുട്ടികളും ആവും. ഇന്ന് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ഒരു 4 വർഷത്തിന് ശേഷം ഇങ്ങോട്ടുണ്ടായ മാറ്റങ്ങൾ നിങ്ങൾ നോക്കി. എന്നാൽ പച്ചക്ക് പറഞ്ഞതല്ലേ ഹദീസിൽ, പുരുഷന്മാർ ധരിക്കുന്ന വസ്ത്രം സ്ത്രീകൾ ധരിക്കാൻ പാടില്ല, സ്ത്രീകൾ ധരിക്കുന്ന വസ്ത്രം പുരുഷന്മാർ ധരിക്കാൻ പാടില്ല. അത്തരം ആളുകളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചിരിക്കുന്നു എന്നുവരെ പറഞ്ഞിട്ട് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന സാക്ഷ്യവചനം ഉച്ചരിച്ച് മുസ്ലിമായി നടക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് ഉൾക്കൊള്ളാൻ മനസ്സ് പാകപ്പെടുന്നില്ല. ഞാനിത് പറയുമ്പോൾ പോലും നിങ്ങളെ മനസ്സ് നോവുന്നുണ്ടായിരിക്കും. അതിന്റെ കാരണം നമ്മുടെ മക്കൾ അത്തരം ഡ്രസ്സിലേക്ക് മാറിക്കഴിഞ്ഞു, നമ്മുടെ വീടുകൾ അത്തരം ഡ്രസ്സിലേക്ക് മാറിക്കഴിഞ്ഞു, നമ്മുടെ ടെക്സ്റ്റൈൽസുകൾ അങ്ങനെ മാറിക്കഴിഞ്ഞു. ഇനി അതിൽ നിന്നൊന്നും മാറി നടക്കാൻ കഴിയില്ല. ഈ പറയുന്ന പ്രഭാഷകന്മാരെ പോലെ കുറച്ച് ഒറ്റപ്പെട്ട ആളുകൾക്ക് അവരൊരു തീവ്രവാദികളാണ്, അവരനുഷ്ഠാന തീവ്രതയുള്ള ആളുകളാണ്, അവർക്ക് കാലമറിയാത്തവരാണ്, അവർക്ക് ലോകം എന്താണെന്ന് തിരിയാത്തവരാണ് എന്ന ഉള്ളിലുള്ള ഒരു ബോധത്തിലാണ് ഇതിനെയൊക്കെ ഹലാലാക്കി ഇതിനൊക്കെ പച്ചക്കൊടി വീശി നമ്മൾ പോകുന്നത്. എഴുതി വെച്ചോ, ഇത് നമ്മുടെ ഷഹാദത്ത് കലിമയുമായിട്ടാണ് പോവുക. എഴുതി വെച്ചോ, ഇത് നമ്മുടെ ഈമാനുമായിട്ടാണ് പോവുക. ഒരിക്കലും ഇവിടെ നിൽക്കാൻ നമുക്ക് കഴിയില്ല. നമ്മൾ പൂർണ്ണമായി ഇതിൽ നിന്ന് അപ്രസക്തമാകുന്നത് വരെ ഈ കാഴ്ചപ്പാടുകൾ നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കും.